ഇവിടെ ലൈവ് ആയോ? ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ടായോ? ലൈവ് സ്റ്റാർട്ടായോ? ഹലോ ഹലോ. ഒരാൾ വന്നു. ഒരാൾ വന്നോ? അമ്മയുടെ മതി കമന്റ് പോയി. ഇങ്ങോട്ട് നോക്കൂ. ഹലോ 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 ഇറ. ഹായ് അൻസർ. ഹായ്. ഞങ്ങൾ ഇപ്പൊ രണ്ടാം വട്ടമായിട്ടോ ലൈവില് വരുന്നത്. ഫേസ്ബുക്കില് രണ്ടാം വട്ടം. ഫാന്റെ സ്പീഡ് കുറയ്ക്കണോ? കേൾക്കാൻ പോകുന്നത്. ഹലോ കേക്കണ്ട. ഞങ്ങള് ഫേസ്ബുക്കിലാണ്. ഹലോ. ഫേസ്ബുക്കിലെന്നല്ല, മൊത്തത്തിൽ ആദ്യമായിട്ടാ ലൈവില് വന്നത്. ആദ്യമായിട്ടാ രണ്ടാമത്തെ വട്ടം. ഇന്നാളൊരു ദിവസം വന്നായിരുന്നു, ഇപ്പൊ ഒന്ന് വന്നു. ഹലോ ഹായ് അനികുമാർ. ഹായ് സുഖ സുഖ. ഞാൻ എന്റെ മോന് സുഖമായിട്ടിരിക്കുന്നു. അൻസാർ ഏട്ടാ. ഞങ്ങൾക്ക് ലൈവില് വന്ന് പരിചയമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. നല്ല കമന്റ് തന്നെ എല്ലാവരും ചെയ്യണം. കമന്റ് വായിക്കുന്ന മൊത്തം എന്റെ മോനാണ്. റിലീസ് ഓക്കെ ഗുഡ്. താങ്ക് യു താങ്ക് യു. വാതില് തുറക്കത്തില്ല ഞാനേ. എനിക്ക് കൂട്ടിന് വേണ്ടിട്ട് വാതില് പിടിച്ചിട്ട് ഗെയിം കളിക്കാൻ പോവായിരുന്നേ കൊച്ച്. അപ്പൊ ഞാൻ പിടിച്ചിട്ട് എന്നോട് ലൈവിൽ വരാൻ പറഞ്ഞു. പിടിച്ചു നിർത്തിയതാ. ഹായ്. പിന്നെ എന്നാ വിശേഷം? എന്നെ എല്ലാവർക്കും ഇങ്ങനെ അറിയത്തില്ല, കുറച്ചു പേർക്ക് അറിയാമായിരിക്കും. ഞാൻ മീനു. ഇതെന്റെ രണ്ടാമത്തെ മോൻ റിതിൻ. പൊണ്ണീന്ന് പേര് വിളിക്കും. ഹായ് ചേച്ചി. സുഖമാണല്ലോ. അമീന സുഖമാണ്. സോനു ഹായ്. ഹായ് ഹലോ. ഹരീഷ് ഹലോ. എന്നാ വിശേഷം? ഫുഡൊക്കെ കഴിച്ചു? സമയത്ത് കഴിച്ചു കേട്ടോ. 7:08 മണി. ടൈം അത്രയും ആ ടൈം നോക്കിയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോ ഞാൻ ലൈവിൽ കയറാന്ന് പറഞ്ഞപ്പോ കൊച്ചു വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊച്ചുങ്ങളെ കൂട്ടി. ഹലോ ഹായ്. പിന്നെ ജോബ് ബ്യൂട്ടീഷ്യൻ തൊടുപുഴയാണ്. വരണം. ഓക്കെ, തൊടുപുഴയിൽ വരാട്ടാ. എത്ര മണി കമന്റ് ചെയ്യാം. അവര് സമയം നോക്കാൻ പോവാൻ മടി. അത് കാരണം എത്ര മണിയായാലും കമന്റ് ചെയ്യാൻ. കൊള്ളാലോ, ഐഡിയ കിട്ടോ? ഐഡിയ ഉണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല. അമ്മയ്ക്ക് അമ്മയുടെ മുട്ട്. ഹായ് സിസ്റ്റർ. ഹായ് ഹായ് സിസ്റ്റർ. ഹായ്. ഇവിടെ ടൈം 5:22. അപ്പൊ അതേ സ്ഥലം 5:22 ആണെങ്കിൽ ഏറ്റവും ഈ സ്ഥലം ദുബായാണോ ബഹ്റൈനാണോ സൗദിയാണോ? എന്താ ആൻസർ? എല്ലാവർക്കും ഇപ്പൊ 8 മണിയാണെങ്കിൽ 6:08. അപ്പം ബഹ്റൈനായിരിക്കും. 5:22 അവിടെ ടൈമിൽ ബഹ്റൈനായിരിക്കും തോന്നുന്നു. ശരിയാണെങ്കിൽ വിടണോട്ടോ മെസ്സേജ്. ഹായ് മോൻ. സുഖമാണോ മോനെ? നിനക്ക് സുഖമാണോടാ? അയക്കണേ. ഹായ് ഹലോ ഹായ് ഹായ് ഹായ്. ശശി സഞ്ജു. ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് എടുക്കാനൊന്നും അറിയത്തില്ല. ഇപ്പൊ തിരക്കാണ്. പിന്നെ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരിക്കൽ റീൽസ് ചെയ്യുന്നില്ല. ടൈം ഇങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെ ചുമ്മാ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ അത് റീൽസ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സപ്പോർട്ട് ചെയ്യണം. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. വെയിറ്റ്. ഓക്കെ. ഹായ് ഗുഡ് നൈറ്റ്. ഞങ്ങളിപ്പോൾ കിടക്കത്തില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ കിടക്കത്തുള്ളൂ. ഹായ് ഗുഡ് നൈറ്റ്. ഇപ്പൊ കിടക്കാൻ പോവാണോ? രതീഷ്
അനിൽകുമാർ വീഡിയോ നല്ലതാണ്. സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ കുറെ കമന്റ് കാണുന്നുണ്ട്, അതിൻ്റെ അകത്ത് കുറെ ചോദ്യങ്ങളുണ്ട്. ചേച്ചി എന്തുണ്ട് വിശേഷം, മഴയൊക്കെ ഉണ്ടോ? ചെറുതെ ചാറ്റിലായിരുന്നു, ചെറുതായിട്ടിങ്ങനെ ചാറി. ഞാൻ വിരിച്ചിട്ട് അതിന്റെ അടിയിലിട്ട തുണികളൊക്കെ നനയ്ക്കാൻ വേണ്ടി. സുഖമല്ലേ വീഡിയോ? സുഖമല്ലേ വീഡിയോ? സൂപ്പറാണ്, താങ്ക് യു. സപ്പോർട്ട് ചെയ്യുന്നില്ലേ? എന്നെ എല്ലാവരും ഫോളോ ചെയ്യുന്നില്ലേ? ഫോളോ ചെയ്യണേ. അടുത്ത മാസം തൊട്ട് വീഡിയോയ്ക്ക് ഒന്നും ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പൊ അടുത്ത മാസം ഞാൻ കുറച്ചുകൂടി ഒരു നല്ല രീതിക്ക് ഞാൻ പോയി. ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഹോട്ടലിൽ പോയി. ഇപ്പം പുറത്ത് പോയായിരുന്നു ഞാൻ എൻ്റെ മൂത്ത മോനോടെ കൂടിയിട്ട്. അപ്പൊ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ഇവര് പാഴ്സൽ വാങ്ങി. കൊള്ളാം, സൂപ്പറാണ്. ഹായ് ഹായ്. കറക്റ്റ് 30 പേര്. കറക്റ്റ് 30 പേരായി. എല്ലാരും പോവാ. മോൻ ഏത് ക്ലാസ്സിലാണ്? ഏത് ക്ലാസ്സിൽ അടച്ചു? ഞാൻ ഭയങ്കര കുസൃതിയാണല്ലോ ചേച്ചി അല്ലേ? ഭയങ്കര കുശുമ്പ. ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. ഇതൊന്നും നല്ല ക്യാരക്ടർ. കുറുമ്പ് കണ്ടാണ്ടല്ലോ അവരെന്നെ പിടിച്ച് ഒഴിക്കും. ഇതുപോലെ മതി, ഇപ്പോൾ ലിപ്സ്റ്റിക്ക് വേണ്ട. സോ സ്വീറ്റ്. താങ്ക് യു. മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. സത്യമായിട്ടും പറഞ്ഞ മേക്കപ്പ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനാണ് ഇഷ്ടം. എനിക്ക് ചെയ്യാൻ ഇങ്ങനെ താല്പര്യമില്ല. എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു പിമ്പിൾസിന്റെ 1 മിനിറ്റ്. ഹലോ മോബോയ്. ഹായ് മുത്തേ. ഉണ്ണി, സജി, ഹായ്. ഹായ് ചേച്ചി, ഹായ്. പിന്നെ എന്നാ വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ തൊടുപുഴക്കാരൊന്നും ഇല്ല. എന്റെ വീട് തൊടുപുഴയായിരുന്നു. ഞാൻ ഇത് ഞാൻ പറഞ്ഞില്ല, മാരേജ് കഴിച്ച് വന്ന വീട് അത് തന്നെ. പിന്നെ വേറെ എന്നാ വിശേഷം? ഇന്ന് എന്റെ ഫുഡ് ചോറുണ്ടോ? ചപ്പാത്തി ചോറ് എന്തായിരുന്നു? കഴിച്ചോ? ഫുഡ് കഴിച്ചോ? പേരെന്താ? എന്റെ പേര് മീനു. മീനുവാണ്. 2 കുട്ടികള് സുഖമായിട്ടിരിക്കുന്നു. കൊച്ചു കുടുംബം. വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഹായ് മഞ്ജു. സന്തോഷ്, ഹായ്. മേക്കപ്പ് ചെയ്യണ്ട, ഇങ്ങനെ ഇരുന്ന് ലൈവിൽ വന്നാൽ മതി, ഇതാണ് ഭംഗി. താങ്ക് യു സഞ്ജു. മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ചെറിയൊരു പൊട്ട് വെച്ചിട്ടുണ്ട്. അത് മതിലേക്ക് ഇങ്ങനത്തെ പൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. പൊട്ട് വെക്കും, അല്ലാണ്ട് വേറെ മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് പിന്നെ രാവിലെ എന്നതാ ഒരു ഉച്ചയായപ്പോ ഇച്ചിരി മഞ്ഞൾ അരച്ച് മുഖത്തിട്ടായിരുന്നു, ഫേസിലിട്ടായിരുന്നു. ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നു. ഹായ്. മഴയുണ്ട്, ചാറ്റിലാന്നേ മോളൂസേ. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളോ? ഫുഡ് കഴിച്ചോ? മീനു സുന്ദരി. താങ്ക് യു. ഞാൻ അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും വേറെ എന്തെങ്കിലും ട്രോളിങ്. അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ബിരിയാണി. എന്താ വിശേഷം? നല്ല വിശേഷമാണ്. കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. വിശേഷം എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അന്നാ വിശേഷം. അടുത്ത മാസം സർപ്രൈസ് ഉണ്ടല്ലോ. കുറച്ചും കൂടെ നല്ല രീതിക്ക് വീഡിയോ ചെയ്യും. ഇന്നിപ്പോ സമയം 2 ചെറുക്കന്മാരെ നോക്കാണ്ടല്ലോ. ഭയങ്കര പാടാ. ഉദ്ദേശിക്കുന്ന പോലെ എടുക്കില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. അമ്മ എന്നോട് ചോദിച്ചു. എന്താ ചോദിച്ചേ? ബഷീർ എന്താ ചോദിച്ചേ അമ്മ? ഹായ് ഹായ്. സൂപ്പർ. വിനോദ്, ഹായ്. ഹായ് എല്ലാവർക്കും ഹായ്.
ഞാൻ എന്നാ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞു? ഓർമ്മയില്ല. എന്തോ പറഞ്ഞു വന്നായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ. ഇതിലേക്ക് എനിക്ക് ഒന്ന് പറയാനുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം. ലൈവ് കാണുന്നവരും എന്റെ വീഡിയോ കാണുന്നവരും ഒക്കെ എന്നെ ഫോളോ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഫ്രീ അല്ല. എനിക്ക് പറഞ്ഞെങ്കിൽ ബ്യൂട്ടീഷ്യൻ അത്യാവശ്യം ജോലിയുണ്ട്, തിരക്കാണ്. സംസാരം ശൈലി സൂപ്പറാണ്. താങ്ക് യു. ഹലോ എന്ന് കാണാറുണ്ട്. ലൈവിൽ എന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞായി ഒരു വട്ടം വന്നിട്ടുണ്ട്. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ് വന്നെങ്കിൽ ചുമ്മാ ഇപ്പൊ ലൈവിൽ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ കാണുന്നു, സംസാരിക്കും, അതൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ. ഇന്ന് ലൈവിൽ വരുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്നും വരുമെന്ന് പറയണം ലൈവിൽ. ചേട്ടൻ ഞാൻ ഒരു പ്രാവശ്യം എന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയറിയാം. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ ലൈവിൽ. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ലൈവിൽ പറഞ്ഞത്. ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോ വന്നേ ഉള്ളൂ. പിന്നെ പിള്ളേര് വീട്ടില് ഇപ്പം പഠിത്തമില്ലല്ലോ, അത് കാരണം ഭയങ്കര തിരക്കാണ്. ഞാൻ അമ്മമാരെ നോക്കല് തന്നെ ഭയങ്കര പണിയെ. പിന്നെ വീട്ടിലെ പണി, പിന്നെ അല്ലാണ്ടുള്ള ജോബ്, അതിൻ്റെതായ തിരക്ക്. പിന്നെ ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് എന്ന് പറഞ്ഞില്ല, പിന്നെ അതിൻ്റെതായ തിരക്കും എല്ലാ തിരക്കും ഉണ്ട്. അടുത്ത മാസം തൊട്ട് ഫ്രീ ആവും. ഒരുപാട് ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്. പിന്നെ ലൈവിൽ വന്നാലും ഞാൻ എന്താ സംസാരിക്കേണ്ടത്, എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് പറയത്തില്ല. ഞാനിങ്ങനെ എന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനനുസരിച്ച് മറുപടി തരാം. ഹായ്. എന്തോ പിന്നെ എന്താ പറയാനുള്ളത്? ലൈവിൽ കയറിയിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്നോട് എന്നെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിലോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അല്ലാണ്ട് സത്യമായിട്ടും എനിക്ക് ലൈവിൽ കയറിയിട്ട് ഇങ്ങനെ എന്താ സംസാരിക്കേണ്ടതെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യമായിട്ടും പറയും, എനിക്ക് അറിഞ്ഞുകൂടാ. അത് കാരണം ഞാനിങ്ങനെ എന്താ പറയുന്നേ. ഹായ് നാഷിക്, സുനിൽ, രമേശ്, ചേച്ചി എന്നെ അറിയുമോ? ഇല്ല, SB ഞാൻ അറിയത്തില്ല. എന്താ എന്നെ അറിയോ? ഞാൻ കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ നോക്കാറുണ്ട്. നിങ്ങൾ ഇവിടുന്ന് കമന്റ് ഞാൻ എല്ലാം നോക്കാറുണ്ട്. ഷിബു ഹായ്, സുഖമാണ്. ഹായ്. കമന്റ് ഞാൻ എല്ലാം നോക്കാറുണ്ട്. പിന്നെ മറ്റേ ഫേസ്ബുക്കിൽ പേഴ്സണലായിട്ട് ആ കമന്റ് ഞാൻ നോക്കാറില്ല കേട്ടോ. കാരണം അതിൻ്റെ ബാഡും ഉണ്ടാവും നല്ലതും ഉണ്ടാവും. സീരിയലുണ്ടായിരുന്നു. ഇല്ല, ഞാനില്ല. ഞാൻ സീരിയലൊന്നും ഇല്ല. അത്രയും വലിയ ആക്ടറൊന്നുമല്ല, പാവം ഞാൻ. പിന്നെ എനിക്ക് കുറേ കമന്റ് വരുന്നുണ്ട്. പരസ്പരം സീരിയലിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് കുറേ കമന്റ്സ് വരുന്നുണ്ട്. പരസ്പരം സീരിയൽ ഞാൻ കാണാറുണ്ട്. മീനാക്ഷിനെ ഞാൻ കാണാറുണ്ട്. അപ്പം മീനാക്ഷിനെ പോലെ ഞാൻ ഇരിക്കുന്നത് പണ്ട് തൊട്ടേ, ആ സീരിയൽ ഇറങ്ങിയപ്പം തൊട്ടേ കുറെ ആൾക്കാർ എന്നോട് പറയാറുണ്ട്. ഇപ്പോഴും എനിക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ സീരിയലുണ്ടായിരുന്നില്ല, ഞാൻ സീരിയലില്ല. ഹായ് ചേച്ചി, എന്തോ. അപ്പൊ ഇപ്പോഴും ഞാൻ പരസ്പരം സീരിയല മീനാക്ഷി, അത് തന്നെ. ഞാൻ ആ സീരിയൽ ഇറങ്ങിയപ്പോൾ ഞാനും കാണാറുണ്ടായിരുന്നു. അപ്പൊ എന്നോട് എല്ലാവരും പറയുമായിരുന്നു പരസ്പരം സീരിയലിലെ മീനാക്ഷിനെ കൂടെ ഇരിക്കുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട്. അത് തന്നെ ഇപ്പോഴും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. എന്റെ വീഡിയോ കാണുമ്പോൾ പരസ്പരം സീരിയലുണ്ട്, മീനാക്ഷിയാണോ എന്ന് ചോദിച്ച്. ഞാൻ മീനാക്ഷിയല്ല, ഞാൻ ആ സീരിയൽ കാണാറുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? നമുക്കത് സൂപ്പർ. ഹായ്, സുഖമാണോ? വീഡിയോ ഒക്കെ അടിപൊളിയാണോ? താങ്ക് യു. വീഡിയോ ആയിട്ട് അടിപൊളിയാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. ചുമ്മാ ചളി പറയല, അതുപോലെ ഞാൻ പറയുന്നു. അപ്പൊ ഞാൻ നല്ല രീതിക്ക് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് തുടങ്ങിയിട്ടില്ല. ഇടുന്ന പോസ്റ്റിംഗ് സ്ഥിരം ലൈക്കും കമന്റും തരും.